നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ സ്വർണ്ണ നിറത്തിലുള്ള സിംബൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഉദ്യോഗസ്ഥൻ ഹീറോയെയും മിസ്റ്റർ ഭായിയെയും സാഞ്ചിയെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. മിസ്റ്റർ ഭായിയെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മകൾ കുറച്ചു നേരം നോക്കും. അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ ഈ ഗ്രാമം പരിശോധിക്കാൻ വന്ന ഇൻസ്പെക്ടറാണ് എന്നൊക്കെ പറയും. ഗുണ്ടാസംഘങ്ങളും മറ്റും ഇവിടെ കാണുന്നുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത് എന്ന് അവൾ ചോദിക്കും. അപ്പോൾ സാഞ്ചി എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ അതിൽ ഒരാളെ കണ്ടെത്തിയിരുന്നു, പക്ഷേ ആ കറുത്ത മനുഷ്യരിൽപ്പെട്ട ഒരാൾ അവനെ കൊന്നു എന്ന് പറയും. തട്ടിക്കൊണ്ടുപോയവരിൽ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അവർ ഒരു പർവ്വതത്തിലാണ് അടക്കം ചെയ്തത് എന്ന് ആ ഉദ്യോഗസ്ഥൻ പറയും. എന്തുകൊണ്ടാണ് ഇവിടെ പ്ലേഗ് ഉണ്ടാവുന്നത് എന്ന് സാഞ്ചി ചോദിക്കും. ഉദ്യോഗസ്ഥൻ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ ഗുരുതരമാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അല്ല എന്ന് പറയും. ഇത് പടരാതിരിക്കാൻ വേണ്ടി ഞാൻ ബോർഡറുകളൊക്കെ അടച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ മകൾ ശരി ഞാൻ പോകുന്നു എന്ന് പറയും. ഉദ്യോഗസ്ഥൻ സാഞ്ചിയോട് വധശിക്ഷയുടെ കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല, ഈ കേസിൽ ഒരുപാട് സംശയമുണ്ട്, അതിനാൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. കർത്താവിൻ്റെ മകൾ സാഞ്ചിയോട് ചോദിക്കും, നിങ്ങൾ ഒരു സ്ത്രീയാണോ? ലാൻ മുയാൻ്റെ കേസ് 3 ദിവസം കൊണ്ട് പരിഹരിച്ചല്ലോ, മിടുക്കിയാണല്ലോ എന്ന് പറയും. അവൾ താങ്ക് യു എന്ന് പറയും. എന്നെ മിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി, ഞാനും കേസ് പരിഹരിക്കുന്നതിൽ മിടുക്കനാണ്. ചുവന്ന പെൺകുട്ടിയുടെ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് ഞാനും പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയും. നീയും മിടുക്കനാണ് എന്ന് അവൾ പറയും. മിസ്റ്റർ ഭായിക്കും ഹീറോക്കും ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. അവർ അവനെ ഒഴിവാക്കാനായി നീ പ്ലേഗുള്ള സ്ഥലത്തേക്ക് വരണ്ട എന്ന് പറയും. അവൾ പറയും, ഇല്ല, ഞാൻ ഭീരുവല്ല, സ്ത്രീയേക്കാൾ വെളുത്ത നിങ്ങളാണ് ഭീരു എന്ന് മിസ്റ്റർ ഭായിയോട് പറഞ്ഞ് തർക്കിക്കും. സാഞ്ചി പറയും, ഇന്ന് നമ്മളെല്ലാവരും ക്ഷീണിതരാണ്, ഇന്ന് വിശ്രമിച്ചിട്ട് നാളെ സംസാരിക്കാം. മിസ്റ്റർ ഭായി എനിക്ക് കുളിക്കണം, ഞാൻ നദിക്കരയിലേക്ക് കുളിക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോൾ സാഞ്ചി കൂളി സുവർണാവസരം എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അങ്ങനെ മിസ്റ്റർ ഭായി കുളിക്കുന്നത് അവൾ മരത്തിൻ്റെ പിന്നിൽ നിന്ന് നോക്കും, ജന്മചിഹ്നം ഉണ്ടോ എന്നറിയാൻ. ആ സമയം മിസ്റ്റർ അത് കണ്ടതും അവൻ്റെ ധരിക്കാനുള്ള ഡ്രസ്സ് കൊണ്ട് അവിടെ നിന്ന് മുങ്ങാനൊരുങ്ങും. പക്ഷേ അവൾ വഴുകി താഴെ ആ മിസ്റ്റർ ഭായിയുടെ അടുത്തെത്തും. പക്ഷെ അവൾ ഇരിക്കുന്ന പോലെയായിരിക്കും എത്തുക. അവൾ ആകെ ചമ്മി ഡ്രസ്സ് കയ്യിൽ പിടിച്ച് തല താഴ്ത്തി നിൽക്കും. അപ്പോൾ മിസ്റ്റർ ഭായി നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒളിഞ്ഞു വരുന്നത് എന്ന് ചോദിക്കും. അവൾ പറയും, ആര് ഒളിഞ്ഞു വന്നു? ഈ നദി നിങ്ങളുടേതാണോ? ഇവിടെ എനിക്കും വന്നൂടെ എന്ന് പറയും. പിന്നെ എന്തിനാണ് എൻ്റെ ഡ്രസ്സ് നീ പിടിച്ചു നിൽക്കുന്നത് എന്ന് മിസ്റ്റർ ഭായി ചോദിക്കും. ഇത് ഞാൻ നദിക്കരയിൽ കണ്ടു, അത് മലിനമായാലോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് അവൾ പറയും. അപ്പോൾ അവൻ സോറി എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ ഭായ് ചോദിക്കും, വാ നമുക്ക് ഒരുമിച്ച് കുളിക്കാം, ഡ്രസ്സ് കഴിക്കുക എന്ന് പറയും. അപ്പോൾ അവൾ എന്തിനു എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് മാറൊക്കെ മറിച്ചിങ്ങനെ നിൽക്കും. ഇത് കണ്ട സാഞ്ചി അവൾ എന്തിനാണ് ഇത്ര ലജ്ജിക്കുന്നത് എന്ന് ചിന്തിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അവളും എന്നെപ്പോലെ ഒരു സ്ത്രീയാണ്. നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങുക എന്ന് അവൾ ചോദിക്കും. അപ്പോൾ അവൾ പറയും ഇവിടെ എൻ്റെ ഒരു അകന്ന ബന്ധുവുണ്ട്, അവരെ ആദ്യം സന്ദർശിക്കാമെന്ന് പറയും. മിസ്റ്റർ ചോദിക്കും, നിങ്ങൾക്കിവിടെ ബന്ധുവുണ്ടോ? അപ്പോൾ അവൾ പറയും, അതെ, അമ്മാവനും ഭാര്യയും. അങ്ങനെ അവൾ സാഞ്ചിയുടെ വീട്ടിലെത്തും. അവർ അമ്മയോടും അച്ഛനോടും കണ്ണുരുട്ടിയിട്ട് പറയും, ഇറുക്കിയിട്ട് ഇങ്ങനെ പറയും, 12 വർഷമായി നിങ്ങളെ കണ്ടിട്ട്. അങ്ങനെ അവൾ തിരിഞ്ഞു നിന്ന് മാതാപിതാക്കളോട് കാര്യം പറയും, ഞാൻ ഓടിപ്പോയ ശേഷം ജിൻസിൻ എന്ന ഐഡൻറ്റിറ്റിയിലാണ്, അപ്പോൾ അവർ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഞങ്ങൾ ശിക്ഷ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് അവൾ 3 പേരും ഇവരുടെ മുന്നിൽ അഭിനയിക്കാൻ ഒരുങ്ങും. പക്ഷെ അവൾക്ക് രണ്ടാൾക്കും അറിയാമായിരുന്നു ഇത് അവളുടെ മാതാപിതാക്കളാണ് എന്ന്. അവളുടെ അച്ഛനും അമ്മയും ചോദിക്കും, ഇതൊക്കെ ആരാണ്? അപ്പോൾ അവൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇവരെല്ലാം അതിഥികളാണ്, നമുക്ക് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവർ പാനീയവും മറ്റും കൊടുക്കും. എങ്ങനെയാണ് പ്ലേഗ് വന്നത് എന്ന് അവൾ അച്ഛനോട് ചോദിക്കും. അപ്പോൾ അച്ഛൻ, എനിക്കറിയില്ല, എല്ലാവരും മരുന്നുണ്ടാക്കി കഴിക്കുന്നു, പക്ഷെ ആർക്കും മരണം സംഭവിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും, തട്ടിക്കൊണ്ടുപോയവരുടെ മൃതദേഹം പർവ്വതത്തിൻ്റെ മുകളിലാണ്, അത് ഞങ്ങളോട് ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ, തട്ടിക്കൊണ്ടുപോയവരോ? അങ്ങനെ സംഭവിച്ചെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് പറയുമല്ലോ, നിങ്ങൾ മജിസ്ട്രേറ്റിനോട് എന്താ ചോദിക്കാത്തത് എന്ന് ഹീറോ സാഞ്ചിയോട് ചോദിക്കും.
അപ്പോൾ അവൾ പറയും ഞങ്ങൾക്ക് മജിസ്ട്രേറ്റിനോട് ചോദിക്കാൻ കഴിയില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയും. ഇന്ന് അർദ്ധരാത്രി നമുക്ക് മലയിൽ പോയി ശവങ്ങളെ നോക്കണം എന്ന് സാഞ്ചി പറയും. അപ്പോൾ മിസ്റ്റർ പറയും, മിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവിനെ നോക്കണം കേട്ടോ. അർദ്ധരാത്രിയോ? മിസ്റ്റർ ഭായി പറയും നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ വരണ്ട. പക്ഷെ അവളില്ല, നിങ്ങൾക്കാണ് പേടിയെന്ന് പറഞ്ഞ് അവർ തർക്കിക്കും. ഹീറോ ചോദിക്കും ഈ വനത്തിനുള്ളിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അവൾ അറിയാതെ പറയും ഞാൻ കുട്ടിക്കാലം മുതലേ ഇവിടെ കളിച്ചു വളർന്നതല്ലേ. പിന്നെ അവൾ മാറ്റി പറയും എൻ്റെ ചുറ്റുപാടും ഉള്ള ഗ്രാമവുമായി ബന്ധപ്പെട്ടതല്ല, അപ്പോൾ എനിക്ക് പരിചയമുണ്ട് എന്ന് പറയും. മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തിന് സമീപം മണ്ണും മൃദുവായിരിക്കും, ശവക്കുഴിക്ക് സമീപം ഖനനം ഉണ്ടാവും ഒക്കെ അവൾ പറയും. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ പോവും. ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാമോ എന്ന് ആചാര്യനോട് അവൾ ചോദിക്കും. അപ്പോൾ അയാൾ ഈ കേസ് അന്വേഷിച്ചതല്ലേ എന്ന് പറയും. ഈ കേസ് അന്വേഷിക്കാൻ ഞങ്ങളെ പറഞ്ഞയച്ചതാണ്, ഞങ്ങളെ സഹായിക്കുമോ എന്ന് അവൾ ചോദിക്കും. എന്നെ പിന്തുടരൂ എന്ന് പറഞ്ഞ് സ്ഥലത്തേക്ക് അയാൾ കൂട്ടിക്കൊണ്ടുപോകും. മിസ്റ്റർ പറയും ഈ ക്ഷേത്രം ചെറുതാണല്ലോ, 2 ഹാളും സൈഡ് ഹാളും മാത്രം, എന്നാൽ ഇത് വളരെ ജനപ്രിയമാണ്. ആചാര്യ പറയും ക്ഷേത്രം വളരെ ചെറുതാണെങ്കിലും മഠാധിപതി വളരെ ദയയും കാരുണ്യവുമുള്ള ആളായിരുന്നു. ഈ പ്രതിമയ്ക്ക് എന്താണ് കുഴപ്പം എന്ന് അവൾ ചോദിക്കും. അപ്പോൾ അയാൾ പറയും ആ പ്ലാസ്റ്റർ എൻ്റെ യജമാനനെ കൊന്നു ഈ പ്രതിമ ഉപയോഗിച്ച്, അതിനാൽ തയ്യാൻ ദൈവം അവനെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ പ്രതിമയുടെ അടുത്തേക്ക് പോയി നോക്കും. അപ്പോൾ അവൾക്ക് അഴുകിയ ശവത്തിൻ്റെ ഒരു മണം കിട്ടും. ആചാര്യൻ ദേഷ്യപ്പെടും, നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയരുത്, ഇവിടെ എങ്ങനെ ശവം കാണും? പിന്നീട് അവൾ ഡോക്ടറുടെ അടുത്തേക്കാണ് പോകുന്നത്. അവൾ ഡോക്ടറോട് പ്ലേഗിൻ്റെ നില എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ഡോക്ടർ ഇത് മഹാമാരിയാണെങ്കിലും കുഴപ്പമില്ല, മരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. നിങ്ങൾ മരുന്ന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അവൾ പോവും. പ്ലേഗ് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇവിടെ നിന്നും പോവാം, രാത്രിയാവും വരെ നമുക്ക് കാത്തിരിക്കാം ശവങ്ങൾ കുഴിക്കാൻ എന്ന് അവൾ പറയും. അങ്ങനെ അവർ 3 പേരും രാത്രി തീ കത്തിച്ച് മലയിൽ എത്തും. അവൾ അവിടെ കുഴിക്കാം എന്ന് പറയും. ഹീറോ പറയും അവിടെ തന്നെ ആണോ, അല്ലെങ്കിലോ നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, അവിടെ മൃദുവായ മണ്ണുണ്ട്. അങ്ങനെ അവർ 3 പേരും അവിടെ കുഴിച്ചു. അപ്പോൾ അവിടെ ഒരു പ്രകാശം പോകുന്നത് കാണും. അവർ 3 പേരും പ്രേതം എന്ന് പറഞ്ഞ് പേടിക്കും. അങ്ങനെ ഹീറോ താഴെ വീഴും. അവനൊരു സ്മെല്ല് കിട്ടും ആ ശവങ്ങളുടെ. അങ്ങനെ അവൾ ആ മൃതദേഹങ്ങൾ പരിശോധിക്കും. ഈ മൃതദേഹങ്ങളിൽ കുത്തേറ്റ അടയാളമുണ്ട്, 1-ലധികം സ്ഥലങ്ങളിൽ. അവർ പരസ്പരം സ്വത്തിനു വേണ്ടി കൊന്നതാവും എന്ന് മിസ്റ്റർ ഭായി ചോദിക്കും. ഇവർ കത്തികൊണ്ടുള്ള മുറിവുകൾ കൊണ്ടല്ല മരിച്ചത്, കത്തികൊണ്ടുള്ള മുറിവുകൾ മാരകമല്ല, ഒരു വിഷത്തിൻ്റെ അടയാളവും കിട്ടും. ഇവ എനിക്ക് കൂടുതൽ പരിശോധിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇവ അടക്കം ചെയ്യാമെന്ന് പറയും. ആ കറുത്ത മനുഷ്യർ അവർക്ക് വിഷം നൽകി പരസ്പരം മിഥ്യാധാരണ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ. അതിലൊരാൾ രക്ഷപ്പെട്ടു, അയാളെ ആ കറുത്ത മനുഷ്യൻ കൊന്നു എന്ന് പറയും. അവർ രാവിലെ നടന്നു വരുമ്പോൾ ഡോക്ടറെ ഉദ്യോഗസ്ഥൻ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടാവും. ആളുകൾ ഡോക്ടറെ ഇലകൊണ്ട് എറിയുന്നുണ്ടാവും. ഇവർ 4 പേരും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ പറയും ഇവൻ ഇന്നലെ മരുന്നുകൾ കൊടുത്ത വ്യക്തികൾ അസുഖം കൂടി മരിച്ചു. അപ്പോൾ ആളുകൾ പറയും ഇവൻ വ്യാജ ഡോക്ടറാണ്, ഇവൻ പണം കിട്ടാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും ഇല്ല, ഞാൻ എൻ്റെ സാധാരണ മരുന്ന് തന്നെയാണ് കൊടുത്തത്, അവരെങ്ങനെയാണ് മരിച്ചത് എന്ന് എനിക്കറിയില്ല എന്ന് പറയും. അങ്ങനെ അയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഡോക്ടർ പറയും എന്നെ കേൾക്കൂ, ഞാൻ സാധാരണ മരുന്ന് തന്നെയാണ് കൊടുത്തത്, സംശയമുണ്ടെങ്കിൽ എൻ്റെ മരുന്നുകൾ പരിശോധിക്കൂ എന്ന് പറയും. നോക്കൂ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ ആ മരുന്ന് എറിയും. അപ്പോൾ സാഞ്ചി പറയും ഇതൊരു അപൂർവ വിഷമാണ്, ഇത് സാധാരണക്കാർക്ക് കിട്ടില്ല, നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയും ഞങ്ങൾ അന്വേഷിച്ചു, ഇയാളുടെ മരുന്നിലും മരുന്നുകളുടെ അവശിഷ്ടങ്ങളും ഈ വിഷം കണ്ടെത്തിയെന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും ഇല്ല, ഞാൻ ആ വിഷം വാങ്ങിയിട്ടില്ല, ഈ വിഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഉദ്യോഗസ്ഥൻ ചോദിക്കും. ഡോക്ടർ എനിക്കറിയില്ല എന്ന് പറയും. ഉദ്യോഗസ്ഥൻ പറയും ഇവനെ മറ്റൊരു ദിവസം തൂക്കിക്കൊല്ലണം. അപ്പോൾ സാഞ്ചി പറയും ഈ കേസ് ഒന്നുകൂടി അവലോകനം ചെയ്യണം. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയും തെളിവുകൾ നിർണായകമാണ്, നിങ്ങൾക്ക് ഉടനെ കഴിയുമെങ്കിൽ അന്വേഷിക്കാം, ഇപ്പോൾ അവനെ ജയിലിലിടണം, ആളുകൾ ശാന്തരാകാൻ വേണ്ടി എന്ന് പറയും. ഡോക്ടറെ വിളിച്ച് പറയും തെറ്റാണ്, ഞാൻ അവന് വിഷം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും. ഞങ്ങളെ കാണിക്കുമോ ആ ശവങ്ങൾ
എന്ന് അവൾ ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ സമ്മതിക്കും. അങ്ങനെ അവൾ പരിശോധിക്കും. അവൾ പറയും വിഷം കഴിച്ചതല്ലാതെ വേറൊരു ലക്ഷണവും കാണുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഡോക്ടറുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ആ ഒരു കറുത്ത മനുഷ്യൻ ഓടിപ്പോവും. അവനെ പിടിക്കാനായി അവർ 3 പേരും പോവും. അപ്പോൾ അവിടെ ഒരു കിണറിൻ്റെ അടുത്ത് ഒരു വയലറ്റ് പൊടിയുണ്ടാവും. അത് അവൾ എടുത്ത് മണത്ത് നോക്കും. അവൾക്ക് 3 പേർക്കും ആ മനുഷ്യനെ കിട്ടില്ല. അങ്ങനെ അവർ മിസ്റ്റർ ഭായിയോട് അവർ പരസ്പരം സാഞ്ചി എവിടെയെന്ന് ചോദിച്ച് അവളെ അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് പോവും. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്ന് അവർ പറയും. അപ്പോൾ അവൾ പറയും ഞാൻ ഈ കിണറിനരികിൽ എന്തോ കണ്ടെത്തി, ഞാൻ അത് നോക്കി നിന്നു എന്ന് പറയും. ഈ കേസിനെ കുറിച്ച് ഒരു സൂചനയുണ്ട്, നമുക്ക് സത്രത്തിലേക്ക് പെട്ടെന്ന് മടങ്ങണം എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് ഓടിപ്പോവും. അങ്ങനെ അവർ വെള്ളത്തിലേക്ക് സുർക്ക ഒഴിക്കും. അപ്പോൾ അത് പർപ്പിൾ നിറത്തിലാവും. അവൾ അത്ഭുതപ്പെട്ട് ഇത് മതി എന്ന് പറയും. അപ്പോൾ ഹീറോയും മിസ്റ്റർ ഭായിയും ഒപ്പം വരും. ഞാൻ അന്വേഷിച്ചു, 2 ആളും ഒപ്പം പറയും. അങ്ങനെ ഹീറോ മിസ്റ്റർ ഭായിയുടെ വായ പൊത്തി വെച്ചിട്ട് പറയും ഈ മജിസ്ട്രേറ്റ് എന്നും യമനിലെ വലിയ വാട്ടർ ടാങ്കിൽ നിന്നും എന്നും വെള്ളം ശേഖരിക്കുന്നു. നിങ്ങളുടെ പരീക്ഷണം എന്താണെന്ന് സാഞ്ചിയോട് ചോദിക്കുമ്പോൾ അവൾ പറയും ഈ വെള്ളത്തിൽ ബിലുവറൂട്ട് വിഷമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ജലസ്രോതസ്സിലും വിഷം അടങ്ങിയിരിക്കുന്നു. ഇത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിക്കും ഹീറോ. അപ്പോൾ അവൾ പറയും ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ഇതിന് നിറവും മണവും ഇല്ലാത്തതാണ്. കിണറിൽ മതിയായ അളവിൽ ഈ വിഷം ഇല്ല, അതുകൊണ്ടാണ് രോഗബാധ ഉണ്ടാകുന്നത് എന്ന് അവൾ പറയും. കർത്താവിൻ്റെ മകൾ പറയും ആരാണ് ഇത്ര ദുഷ്ടൻ? അപ്പോൾ സാഞ്ചി പറയും ഉറപ്പില്ല. ജനങ്ങൾ വെള്ളം എടുക്കുന്ന കിണറിനടുത്തേക്ക് ഹീറോ പോവും. എന്നിട്ട് ഈ വെള്ളം കുടിക്കരുത്, ഇത് വിഷമുള്ളതാണ് എന്ന് പറയും. അപ്പോൾ ഒരാൾ പറയും 10 പതിറ്റാണ്ടുകൾ ആയി ഞാൻ ഇത് കിണറിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്, എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ. അപ്പോൾ ഹീറോ പറയും നിങ്ങൾ എന്താണ് വിശ്വസിക്കാത്തത്? നമ്മുടെ ജില്ലയിൽ പ്ലേഗില്ല, ഇതിൽ വിഷം കലർത്തിയത് കൊണ്ടാണ് അസുഖം ഉണ്ടായത് എന്ന് പറയും. അപ്പോൾ ആ വ്യക്തി പറയും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? ഹീറോ അവരുടെ കുടിവെള്ളത്തിൽ സുർക്ക ചേർത്തും. അപ്പോൾ ആ വെള്ളം പർപ്പിളാകും. എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവർ ഒറ്റയ്ക്ക് സുർക്ക എടുത്ത് ഒഴിച്ച് നോക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവർ വെള്ളമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും. ജനങ്ങൾ മജിസ്ട്രേറ്റിനോട് പറയും ഞങ്ങൾക്ക് പുറത്തു പോകണം, ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ആരോ വെള്ളത്തിൽ വിഷം കലർത്തി എന്ന് പറയും. ചെക്ക് പോയിന്റുകൾ തുറക്കണം എന്നും പറയും. അയാൾ പറയും ഞാൻ അന്വേഷിക്കും ആരാണ് വെള്ളത്തിൽ വിഷം കലർത്തിയത് എന്ന്. കൂടാതെ വെള്ളം ശേഖരിക്കാൻ ചെക്ക് പോയിന്റുകൾ തുറക്കാം, പക്ഷേ ഇത് അന്വേഷിച്ചിട്ടേ പറ്റൂ, നിങ്ങൾ എന്നെ മനസ്സിലാക്കണം എന്ന് ജനങ്ങളോട് പറയും. അവർ 2 പേരോടും എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും നാട്ടിലെല്ലാം വ്യാപിച്ചു. അപ്പോൾ അവൾ കൊള്ളാം എന്ന് പറഞ്ഞ് സന്തോഷിക്കും. ഇനി നമുക്ക് കൊലപാതകി വരുന്നത് കാത്തിരിക്കാം എന്ന് പറഞ്ഞ് അവർ 4 പേരും കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ അവർ 2 പേരും അവരുടെ സത്രത്തിൻ്റെ 2 വാതിലുകൾ ഒളിച്ചു നിൽക്കും, ഹീറോയും മിസ്റ്റർ ഭായിയും. അപ്പോൾ ആ കറുത്ത മനുഷ്യയിൽപ്പെട്ട ഒരാൾ അവിടെ വരും. കിടക്കയിൽ അവരാണെന്ന് വിചാരിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ തലയണയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവനെ ഹീറോക്ക് കിട്ടും. അതേസമയം കർത്താവിൻ്റെ മകളും സാഞ്ചിയും ഉദ്യോഗസ്ഥൻ്റെ മാളികയിലേക്ക് നുഴഞ്ഞു കയറും. അവർ അവിടെ കയറി അവിടെ എല്ലാം പരിശോധിക്കും, പക്ഷെ ഒന്നും കിട്ടില്ല. അങ്ങനെ കർത്താവിൻ്റെ മകൾ ഒരു വാൾവ് തുറക്കും. അപ്പോൾ ഒരു മുറി തുറക്കും. ഇതേസമയം ഹീറോയും മിസ്റ്റർ ഭായിയും ആ കറുത്ത മനുഷ്യനെ പിടികൂടും. പക്ഷെ അയാൾ തന്ത്രപരമായി രക്ഷപ്പെടും. ഇവിടെ ഒരു രഹസ്യ അറ ഉണ്ടല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിക്കുന്നത് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരിങ്ങനെ തിരഞ്ഞു നോക്കും. അവിടെ ഒരു ചെറിയ ബോക്സിൽ അവർ ബിലുവറൂട്ട് വിഷം കാണും. ഉടമ കിങ് ഫാങ്ങിൻ്റെ ടാബ്ലറ്റും കാണും. അവർ അത് കണ്ട് ഞെട്ടി മുമ്പിലേക്ക് നോക്കുമ്പോൾ ആരോ വാതിൽ തുറന്നു വരും. അവർ ഞെട്ടി നിൽക്കും. ഇതോടുകൂടി എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ.